വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള ആലിമീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്, നമുക്ക് നല്ല നിലക്ക് ഉപദേശിച്ചെന്ന ബഹുമാനപ്പെട്ട ബഷീർ മദനി കൂളൂർ അവർകളെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട മാഗുണ്ടി സഖാഫി ഉസ്താദ് അവർകളെ, നമ്മുടെ ഇമാമ് ഉസ്താദ് അവർകളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, വീണ്ടും ഒരു വർഷം നാം തുടങ്ങുകയാണ്. ഇങ്ങനെ ഹിജറ കണക്കിൽ ഒരു വർഷമുണ്ട് മുഹറം മാസം, ക്രൈസ്തവ കണക്കിൽ ഒരു വർഷമുണ്ട് ജനുവരി. പക്ഷെ നമ്മുടെ ഒരു വർഷം ഒരു റമദാൻ കഴിഞ്ഞുകൊണ്ട് രണ്ടാമതൊരു പഠന വർഷം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇപ്പോൾ. എല്ലാ സ്ഥലത്തും മദ്രസകളും ദർസുകളൊക്കെ ആരംഭിച്ചു, ശരീഅത്ത് കോളേജൊക്കെ തുടങ്ങി. അതുപോലെ ഇൻഷാ അല്ലാഹ് കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ബാക്കിയുള്ള ദീനിയായ എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്, ഏറ്റവും വലിയ ഇസ്സത്താണ് നമ്മുടെ ഈ സ്ഥാപനം എന്നുള്ളത്. ബംഗളഗുഡ കാർക്കള ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ബംഗളഗുഡ അറിയപ്പെടുന്നുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. ബംഗളഗുഡ സലാത്ത് മഷ്ഹൂറായ സലാത്താണ്. എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്ന, പല പള്ളികളിലും പല സ്ഥലങ്ങളിലും സലാത്ത് തുടങ്ങി നിൽക്കുമ്പോൾ തന്നെ ബംഗളഗുഡയിലുള്ള സലാത്ത് എല്ലായിടത്തും ഫസ്റ്റ് തന്നെ തുടങ്ങിയ സലാത്ത് എല്ലാവർക്കും അറിയപ്പെടുന്ന സലാത്താണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ സയ്യിദന്മാരൊക്കെ ഈ സലാത്തിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ നമ്മളെല്ലാ സലാത്തിനും നേതൃത്വം ബഹുമാനപ്പെട്ട സാദാത്തങ്ങളാണ്. എന്തോ ചെറിയ പ്രത്യേകമായ കാരണങ്ങളെ കൊണ്ട് ഇന്ന് അദ്ദേഹത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഇനിയും എത്രയോ കൊല്ലങ്ങളോളം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖും ഹിമ്മത്തും അല്ലാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ നമ്മുടെ ഈ സ്ഥാപനം, നമുക്കതിന്റെ വില നമുക്കറിയയില്ല. എല്ലാ സ്ഥലത്തും മഷ്ഹൂറായിരിക്കുന്ന പ്രസിദ്ധമായ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. വലിയ ദർസ്, അതിലുപരി വലിയൊരു വിമൻസ് കോളേജ് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ അതിനോട് കടപിടിക്കുന്ന നിലക്കുള്ള സ്ഥാപനങ്ങളില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ആ നിലയ്ക്ക് ഞാനൊക്കെ ക്ലാസ്സില്ലായെങ്കിലും 2-3 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. നല്ല നിലക്ക് മുത്തഅല്ലിമീങ്ങളെക്കാളും ഉഷാറായ നിലക്ക് നല്ല നഹ്വിന്റെ ഗ്രാമറൊക്കെ അറിയുന്ന, നല്ല പക്വതയുള്ള, നല്ല പാകതയുള്ളതായിരിക്കുന്ന സഹോദരിമാരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ അഭിമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിയായ സ്ഥാപനങ്ങളൊക്കെയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു നയിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിന്റെ ഏറ്റവും വലിയൊരു ഓഹരി നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടുകാരുടെ സഹകരണമില്ലാതെ, നാട്ടുകാരുടെ പിന്തുണയില്ലാതെ, നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു നിലക്കും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും വലിയ പിന്തുണ നമ്മുടെ നാട്ടുകാരുടെ പിന്തുണയാണ്. ഇൻഷാ അല്ലാഹ് ഇത് എത്രയോ വർഷങ്ങളോളമായി നിങ്ങൾ നൽകുന്നുണ്ട്. അതിലുപരി ഇനിയും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇതിന്റെ ദീനിയായ വിജ്ഞാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നാം എല്ലാവരും കൈമൈ മറന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി നാം അതിലേക്ക് അധ്വാനിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിലേക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൽമ് അതിനോളം മഹത്വമുള്ള സംഗതി വേറൊന്നില്ല. ഇൽമിനോട് സ്നേഹമുള്ള, അല്ലാഹുവിന്റെ സ്ഥാനമുള്ള സംഗതി വേറൊന്നില്ല. ഏറ്റവും വലുതായിരിക്കുന്ന ഒരു ഇബാദത്താണ് ഇൽമി എന്നുള്ളത്. മഹാനായിരിക്കുന്ന കസീർ ഖൈസ് റളിയല്ലാഹു പറയുന്നു, ഞാൻ ഡമസ്കസിൽ, ഷാമിന്റെ തടസ്സമായ ഡമസ്കസിൽ ഞാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിയുടെ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു അടുക്കൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് മദീനയിൽ നിന്ന് ഒരാള് മഹാനായ അബൂദർദാനെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വന്നുകൊണ്ട് മഹാനായിരിക്കുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ജീഅതു മിൻ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു.
ഒരു മാസത്തെ വൈദൂരമുണ്ട്. ചെറിയ വൈദൂരമൊന്നുമല്ല. ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളോ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ആ നിലക്കുള്ള ദുർഘടമായ വഴിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് വന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണിത്. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അറിയാൻ സാധിച്ചു. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഞാൻ മദീനയിൽ നിന്ന് ഒരു മാസക്കാലം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ ഡമസ്കസിലേക്ക് വന്നിരിക്കുന്നു എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്ത് മഹാനായിരിക്കുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ഒരു ഹദീസ് ഉണ്ട്. മനുഷ്യ മൻ സലക തരീഖൻ യത്ലൂ ഫീഹി ഇൽമൻ സലഖല്ലാഹു ബിഹി തരീഖൻ മിൻ തുറുഖിൽ ജന്ന. നാം ഒക്കെ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട സംഗതിയാണ്. ഇൽമ് എന്നുള്ളത് പിന്നെ ആർക്കോ ഇൽമ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഖിയാമത്ത് നാളിന് വലിയൊരു അടയാളമാണ് ഇൽമ് ഉയർത്തപ്പെടുക എന്നുള്ളത്. ഇൽമ് ഉയർത്തപ്പെടുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അത് ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് ഉയർത്തപ്പെടുന്നുണ്ട്? ഖബറിൽ ഉലമാഇനെ അല്ലാഹു മരിപ്പിക്കും. നാം ചിന്തിച്ചു നോക്കിയാൽ മതി. മുൻകാലത്തുള്ള ആയിരിക്കുന്ന പോലത്തെ ആലിമീങ്ങളൊന്നും ആരുമില്ല, വേഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമികളെ പോലെ തന്നെ ആൾക്കാരും അവരോട് കടപിടിക്കുന്ന ആയിരിക്കുന്ന ആരും പിന്നീട് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കടപ്പുറക്കുന്ന ആലിമീങ്ങള് ഒരു കാലത്തും പിന്നീട് വന്നിട്ടില്ല. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആലിമീങ്ങളെ പോലത്തെ ആലിമീങ്ങൾ ഇന്ന് ആടില്ല. നമ്മൾ അടുത്ത കാലത്ത് മരിച്ചു പോയത് പേര് ആരെയും പറയുന്നില്ല. അടുത്ത കാലത്ത് മരിച്ചുപോയതൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ഏത് വലിയ പ്രശ്നം വന്നെങ്കിലും നമുക്ക് പോയി പരിഹരിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ആലിമീങ്ങൾ കഴിഞ്ഞു പോയി. ഇതൊക്കെ ഒരു കാണിക്കൽ മാത്രമേ ഉള്ളൂ. ആലിമീങ്ങളൊക്കെ നശിച്ചു പോയിക്കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ആലിമീങ്ങളാക്കാൻ വേണ്ടി നാം ഒക്കെ ഉത്സാഹിക്കണം. ഇൽമു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് മനസ്സലക്ക് തെരീഖൻ എന്നാണ്. ഇൽമിന്റെ വഴിയിൽ, ദീനിയായിരിക്കുന്ന ഇൽമിന്റെ വഴിയിൽ ഒരുത്തൻ പ്രവേശിക്കുകയാണ് എങ്കിലും, പഠിക്കാൻ വേണ്ടി ഒരുത്തൻ പ്രവേശിക്കുകയാണെങ്കിൽ സലഖല്ലാഹു ബിഹി തരീഖൻ മിൻ തുറുഖിൽ ജന്ന, അവന് സ്വർഗത്തിന്റെ വഴിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നും. ഇൽമു പഠിക്കുന്ന വഴിയിൽ ഒരുത്തൻ കയറിയാലും അവന് സ്വർഗത്തിന്റെ വഴിയിലാണ്. ജിഹാദിന് വേണ്ടി പോകുന്നുണ്ടല്ലോ, അവൻ സ്വർഗത്തിന്റെ വഴിയിലാണ്. അതുപോലെ ഇൽമിന്റെ വഴിയിൽ ഒരുത്തൻ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ എന്താവുന്നു? സ്വർഗത്തിന്റെ വഴിയിലാണ് പ്രവേശിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. വഇന്നൽ മലായികത ലതളഉ അജ്നിയതഹും ലില്ലി താലിബിൽ ഇൽം. പറഞ്ഞു പോയാൽ ദീർഘമായി ഒക്കെ അറിയുന്ന സംഗതിയാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. കാരണം ബാദ് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ബാദില്ലാത്ത ഉപദേശമില്ലാത്ത കാലമൊന്നുമില്ല. നല്ലോണം ഉപദേശം കേൾക്കുന്നുണ്ട്. പക്ഷേ ഉപദേശം നമുക്ക് ഉപകരിപ്പെടുന്നില്ല. അതാണ് മാത്രമേ ഉള്ളൂ. നമുക്കത് ഫലപ്രാപ്തി കിട്ടുന്നില്ല. ബാദിൽ കേൾക്കുന്നുണ്ട്, ഇതിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇൽമിന് വേണ്ടി നാം നല്ലോണം അധ്വാനിക്കണം. നമ്മുടെ മക്കളെ നാം ആലിമീങ്ങളാക്കണം. ദീനിയായിരിക്കുന്ന പഠിപ്പിക്കാൻ വേണ്ടി നാം ഒക്കെ ഉത്സാഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. മരിച്ചു പോയാൽ നമുക്ക് ബാക്കിയാവുന്നത് എല്ലാം മരിച്ചു എല്ലാം നശിച്ചു പോയി. പക്ഷേ ഒന്നും നശിക്കുകയില്ല. നമുക്ക് വേണ്ടി ദ്വാർക്കുന്ന സ്വാലിഹായിരിക്കുന്ന മുഅ്മിനായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കള് ആലിമീങ്ങളാക്കണം, മുതഅല്ലിമീങ്ങളാക്കണം. അവർ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നാം ഉത്സാഹിക്കണം. ഇങ്ങനെയുള്ള ദീനീയായ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഉത്സാഹിക്കണം, അധ്വാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതായിരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.